ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാർ ചെയ്യാൻ പോകുന്നത് ബേക്കറികളിൽ ലഭിക്കുന്ന കുബൂസ് നമുക്ക് വീടുകളിൽ എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/4 കിലോ മൈദ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഈസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് വെള്ളം, പിന്നെ ഉപ്പുമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. എടുത്തു വച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം. ഈസ്റ്റും പഞ്ചസാരയും കലക്കി വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടേബിളിലിട്ടൊന്ന് തേച്ച് നല്ലപോലെ എടുക്കാം. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. അല്പം ഓയിലും കൂടെ പുരട്ടി കൊടുക്കാം. നമുക്കിതൊരു ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് ഇവിടെ നല്ലവണ്ണം പുളിച്ച് നല്ല പൊന്തി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കി എടുക്കാം. നമ്മളിവിടെ ചെറിയ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമുക്കിതൊരു അടപ്പ് ഉപയോഗിച്ച് ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മളിത് റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് റെഡിയാക്കി എടുക്കാം.
നമ്മളിവിടെ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് ഇത് പൊങ്ങി വരും. നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കുബൂസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോകൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്